നമുക്കിപ്പം മാത്യു ജോർജ് ഉണ്ട്. CPM-ന്റെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയാണ് മാത്യു ജോർജ്. മാത്യു ജോർജ്, മുൻ ഏരിയ സെക്രട്ടറി സജിയുടെ ഈ ടെലിഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് മാത്യു ജോർജ്? ടെലിഫോൺ സംഭാഷണം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. അതിന്റെ പ്രതികരണം VR സജിയോട് തന്നെ ചോദിക്കലാണ് ഉചിതം. അടി വാങ്ങേണ്ട ആളാണ് എന്ന് സാബുവിനോട് പറയുന്നത് താങ്കൾ കേട്ടില്ലേ ശ്രീ മാത്യു ജോർജ്? ഇല്ലാതെ സംബന്ധിച്ചൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. ഇത് സജിയെ പോലൊരു ഏരിയ സെക്രട്ടറി പറയുന്നത് ശരിയാണോ മാത്യു ജോർജ്? സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലാണ് നിൽക്കുന്നത്. CPM-ന്റെ ഏരിയ സെക്രട്ടറിയെ മാത്യു ജോർജിനോടാണ് എൻ്റെ ചോദ്യം. ഇതേ പദവിയിൽ നേരത്തെ ഇരുന്ന, ഇതേ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന സജി ആത്മഹത്യ ചെയ്ത സാബുവിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. CPM-ന്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കാര്യം. ഇതിപ്പോ കേട്ടില്ലേ താങ്കൾ മാത്യു ജോർജ്? ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തത് താങ്കൾ കേട്ടോ? ഇല്ല, നമ്മുടെ ബോധ്യത്തിൽ ആകട്ടെ എന്നിട്ട് പറയാം. അല്ല, ഈ കേട്ടിട്ടും ബോധ്യപ്പെട്ടിട്ടില്ലേ മാത്യു ജോർജ്? പിന്നെ ഇവിടെ ബൈക്കിലൂടെ അതിപ്പോ ഞാനതിനെ സംബന്ധിച്ച് പ്രതികരിക്കാനില്ല. എന്ന് വെച്ചാൽ CPM-ന് ഈ വിഷയത്തിൽ പ്രതികരണമില്ല. അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് പ്രതികരിക്കേണ്ട അത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ ആ കുടുംബം ഇത് കേൾക്കുന്നുണ്ട്. ആ കുടുംബം എന്നോട് രാവിലെ സംസാരിച്ചു. ഈ സജിയാണ് വലിയ മാനസികമായ ആഘാതം ഏൽപ്പിച്ചത്. ഒപ്പം ബാങ്കിലെ റിജി അടക്കമുള്ള ആളുകൾ 90 ലക്ഷം രൂപ ആ ബാങ്കിൽ വിശ്വസിച്ചിട്ട ആൾക്കാരാണ്. അവരെ അടിക്കും, കൈകാര്യം ചെയ്യും, പണി തരാം എന്നൊക്കെ പറയുന്നത് എന്ത് രീതിയാണ് ശ്രീ മാത്യു ജോർജ്? ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ നിലനിന്ന് പോരുമോ? ഇന്ന് CPI-യിൽ നിന്നുള്ള നേതാവ് പറഞ്ഞത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്നാണ്. അങ്ങനെ പറയാൻ മാത്യു ജോർജിന് പറ്റാത്തത് എന്താണ്? അല്ല, ആ കുടുംബത്തിന്റെ ദുഃഖത്തിലെല്ലാം ഞങ്ങൾ പങ്കുചേരും. മറ്റു കാര്യങ്ങൾ സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് മന്ത്രി സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണമല്ല, ഒരു ഏരിയ സെക്രട്ടറിയായ മാത്യു ജോർജിന് ഈ സാബു എന്ന നിങ്ങളുടെ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വിശ്വസിച്ചു പോയ ഒരു നിക്ഷേപകനോട് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിയും ആ സഹകരണ ബാങ്കിലെ ഇടതുമുന്നണിയുടെ ഭരണാധികാരികളും ചെയ്തത് ശരിയാണോ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ല, അത് സംബന്ധിച്ച് എന്റെ ബോധ്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്കളുടെ ബോധ്യം എന്താണ്? ഞാൻ പ്രതികരണം കൊടുത്തിട്ടുണ്ട്. എനിക്കത് ആ കാര്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധ്യം പറഞ്ഞു. സാബു ആത്മഹത്യ ചെയ്തത് വ്യക്തിപരമായ കാരണങ്ങളാണെന്നാണോ മാത്യു ജോർജ് കരുതുന്നത്? ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധി വരേണ്ട കാര്യമില്ല. അപ്പൊ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വരട്ടെ, അതും അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷണ പരിധിയിൽ വരട്ടെ. 12 ലക്ഷം രൂപ ഇനി സാബുവിന് കിട്ടാനുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ? പണം കൊടുക്കാൻ മണിക്കൂറുകളോളം ബാങ്ക് അധികൃതർ മേരിക്കുട്ടിയെയും സാബുവിനെയും ബുദ്ധിമുട്ടിക്കുമായിരുന്നു എന്നത് വസ്തുതയല്ലേ? പല സമയങ്ങളിലും മോശം പ്രസ്താവനകൾ നടത്തിയെന്ന് മേരിക്കുട്ടി പറയുന്നത് വിശ്വാസത്തിൽ എടുക്കണ്ടേ മാത്യു ജോർജ്? അതല്ല, ആ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? ആ സ്ഥാപനം ഭരിക്കുന്നത് ഇടതുമുന്നണിയും CPM-ഉം അല്ലേ? നിങ്ങൾ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി അല്ലേ മാത്യു ജോർജ്? അതെ അതെ. വിഷയം ഉണ്ടായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച പ്രതികരണം, മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള പ്രതികരണം ഇല്ല. അത് അന്വേഷണത്തിന്റെ പരിധി വരട്ടെ. ഇത്തരം കാര്യങ്ങളെല്ലാം. അല്ല, ഇത് ശരിയാണോ? അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ധാരാളം നിക്ഷേപകരുണ്ട്. ഇനിയും ഇതേപോലെ സൊസൈറ്റികൾ നിക്ഷേപിച്ചിരിക്കുന്നവരുണ്ട്. അവരുടെ ആത്മവിശ്വാസത്തിന് വേണ്ടിയെങ്കിലും അത് തെറ്റാണെന്നെങ്കിലും താങ്കളൊന്ന് പറയൂ മാത്യു ജോർജ്. തെറ്റാണെങ്കിൽ അല്ല, അവരുടെ പൈസ ഘട്ടം ഘട്ടമായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് പിന്നെ അവർ ധാരണ ഉണ്ടാക്കിയാണ് പൈസ വാങ്ങിക്കൊണ്ടിരുന്നത്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവർക്ക് കൗണ്ടറിൽ നിന്ന് പണം പിന്നെ ലഭ്യമായിക്കൊണ്ടുവരുന്നത്. മിനിങ്ങാന്ന് ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാതെ ഒരു പ്രതികരണം നടത്താൻ കഴിയില്ല. പക്ഷെ മാത്യു ജോർജ് നോക്കൂ, ഒരു ആശുപത്രി കേസിൽ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി സർജറി കഴിഞ്ഞ് 2 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് ആ ആശങ്കപ്പെട്ടിരിക്കുന്നൊരു മനുഷ്യൻ ബാങ്കിൽ വന്ന് ചോദിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ബാങ്ക് അധികൃതർ പ്രവർത്തിക്കേണ്ടതല്ലേ? പണം ഇല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് മറ്റേതെങ്കിലും തരത്തിൽ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ? അയാൾ വൈകാരികമായി പ്രതികരിച്ചാൽ പോലും ബാങ്ക് അധികൃതർ അങ്ങനെ ഇടപെടുന്നത് ശരിയാണോ?
അത് ആ ഫോൺ സംഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ അടി കിട്ടേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ? അയാളുടെ ഭാര്യ ആശുപത്രി കിടക്കുകയല്ലേ? അല്ല, നമ്മുടെ ബോധ്യത്തില്ല, നമുക്ക് പറയാൻ കഴിയുള്ളൂ. അന്വേഷണങ്ങൾ നടക്കട്ടെ. മാത്യു, ഇതിനകത്ത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്രാഥമിക അറിവ് ഉണ്ടാവില്ലേ? ശരി, കോള് കട്ട് ചെയ്തു. മാത്യു ജോർജ് കോള് കട്ട് ചെയ്തു. ഇത് കട്ടപ്പന ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്.